പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്, കുറെ കൊല്ലം പിന്നിലേക്ക്. എന്താ വിവരം അറിഞ്ഞില്ലേ? ഇല്ല. അറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേന മാത്രമേ ഉള്ളൂ. മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം ഒടിയൻ തിയേറ്ററുകളിലെത്തി. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. അപ്പോൾ ഇന്ന് സിനിമാ ആസ്വാദകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മോഹൻലാലിന്റെ സിനിമാ ആസ്വാദകരെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒരു ദിനം കൂടിയായിരുന്നു. എത്ര കളി കണ്ടിട്ടുള്ളതാ നീ? ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണ. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ട്, എന്നാൽ അത് അങ്ങനെയല്ല വസ്തുത എന്ന് ഉന്നയിക്കുന്ന മറുവിഭാഗവുമുണ്ട്. സ്വാഭാവികം. നല്ല പ്രതികരണമാണ് തിയേറ്ററിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിതിനു മുമ്പ് സിനിമ കണ്ടതാണ്, എത്രയോ പ്രാവശ്യം കണ്ടാണ്. ജനറലി സംതൃപ്തരായ മുഖങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് വലിയ പ്രതികരണങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. എന്റെ ചുറ്റുവരുന്ന ആളുകളൊക്കെ പ്രതികരിച്ചു എന്നല്ലാതെ. അയ്യോ, പച്ചക്കള്ളോ സാർ ഇവര് പറയും. സംശയമുണ്ട് സാർ, ഇവരോട് ചോദിച്ചു. ഇപ്പൊ എന്താണെന്നറിയില്ല, ഒരു മനുഷ്യനെയും കാണുന്നില്ല. കാരണം അതുപോലെ ഒരുപാട് ഫാമിലി ഇമോഷൻസും ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ലോങ് റൺ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അങ്ങനെയാണെങ്കിലും ഒടുക്കം പറയട്ടോ. അതെന്താ? മറ്റേത് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? ഇപ്പൊ ഈ ഒരു ഇനീഷ്യൽ ആവേശം ഒരു മലയാള സിനിമയ്ക്ക് ഇതുവരെ ഇല്ലാത്തൊരു ആവേശമാണല്ലോ ഇപ്പൊ ഓഡിയൻസിലുണ്ടായത്. തിരിച്ചു പോയനെ. മഹാഭാരതം വലിയ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. എനിക്കങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല, ഏത് വിഷയവും ഞാൻ കൈകാര്യം ചെയ്യും. ആ ആവേശം കുറെ നാള് നിലനിൽക്കുന്നതാണ് വിശ്വാസം. മതി പുളു കേട്ടത്. റിഹേഴ്സൽ സമയം എഴുതാക്ക്. അടിപൊളിയാണ്. അർഷക എന്നുള്ള രീതിയിൽ ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. വെറുതെ ചിരിപ്പിക്കരുത്. തീർച്ചയായിട്ടും ആ ഒരു എക്സ്പെക്ടേഷന് നീതി പുലർത്തുന്ന ഒരു ഗംഭീര സിനിമയായിരുന്നു. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ക്ലൈമാക്സ് ഒരു സ്റ്റാൻഡ് ഔട്ട് പരിപാടിയായിരുന്നു. അതുവരെ ഉള്ള പടത്തിന് പെട്ടെന്ന് ഒരു വേറെ ലെവലിലേക്ക് ബൂസ്റ്റ് ചെയ്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. കഞ്ഞി എടുക്കട്ടെ മനോഹരേട്ടാ? അതുവരെ ഉള്ള പടത്തിന് പെട്ടെന്ന് ഒരു വേറെ ലെവലിലേക്ക് ബൂസ്റ്റ് ചെയ്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക? പിന്നെ ഒന്നും പറയാനില്ല, കംപ്ലീറ്റ്ലി എന്റർടൈൻഡ് ആണ്. ഇത്രയും പോരെ വാസേട്ടാ? ആ തൽക്കാലം അത് മതിയാ. ഞങ്ങൾ പോയിട്ട് അടുത്ത ആഴ്ച വരാം.